ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഈ കടയ്ക്കൽ മാത്രമല്ല, കടയ്ക്കലിലെ വിപ്ലവ പാട്ട്, പുഷ്പനെ അറിയാമോ ഒക്കെ അവിടെ നിൽക്കട്ടെ, അതിന് പിന്നിൽ കാണിച്ച ഡിവൈഎഫ്ഐയുടെ പതാക, അരിവാൾ ചുറ്റിക നക്ഷത്രം, ഇതുപോലെ മറ്റൊന്ന് കണ്ണൂരിൽ സംഭവിച്ചുവല്ലോ. അവിടെ കലശം വരവിനിടെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നു, പോലീസിനെ തല്ലുന്നു, നാട്ടുകാർ തടയുമ്പോൾ അത് പോലീസിന് നേരെയുള്ള രോഷമായി മാറുന്നു. മറ്റൊരു ക്ഷേത്രത്തിൽ കണ്ണൂരിൽ തന്നെ ചെഗുവേരയുടെ കൊടി പാറിക്കുന്നു, DJ പാട്ട്, കമ്മ്യൂണിസ്റ്റ് സൂക്തങ്ങൾ, ഇതൊക്കെയാണ് അവർ എവിടെയും ചെയ്തത്. അതായത് ശശികല ടീച്ചർ പറഞ്ഞു നിർത്തിയിടത്ത് നിന്നൊരു ചോദ്യമാണെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധിയോ? കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകത്തിലെവിടെയും ഇന്നിപ്പോ അവശേഷിക്കാത്ത ഒരു അമൂല്യ വസ്തുവായി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ പേരിൽ അവരൊരു സംഘടന ഉണ്ടാക്കിപ്പോയി എന്നുള്ളതാണ് അവരൊക്കെ ചെയ്ത തെറ്റ് എന്ന് നമ്മൾ അവരെ ഒരുപാട് ആക്ഷേപിക്കണോ എന്ന് ചിന്തിക്കണം. കാരണം അവരേതായാലും ആ ഒരു ആശയം ഉണ്ടാക്കി, ആ ആശയം ലോകത്തിൽ എല്ലായിടത്തും ഇല്ലാതായി. ഇനിയിപ്പോ അമ്പലങ്ങളെ സംബന്ധിച്ച് അവർക്ക് എന്താണ് അമ്പലം എന്നറിയില്ല, എന്താണ് ആരാധന എന്നറിയില്ല. ഇതൊക്കെ അറിയാത്തവർ ആ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വരുമ്പോഴുണ്ടാകുന്ന വളരെ അപകടകരമായ സാഹചര്യം അതാണ്. ഇപ്പോ കടയ്ക്കലായാലും ആറ്റുകാലിൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ആ പൊങ്കാലയ്ക്ക് എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറാവുന്ന ആളുകളെ അടിച്ചോടിക്കാൻ തുടങ്ങുന്ന ആ സഖാക്കളുടെ സമീപനത്തിലും ഒക്കെ പ്രകടമാവുന്നത്. ഇവര് വിചാരിക്കുന്നത് ഇവർ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പോ ക്ഷേത്ര കാര്യങ്ങളിലേക്ക് കടന്നു കയറി ക്ഷേത്ര കാര്യങ്ങളിൽ ആളുകൾക്ക് എന്താണോ വേണ്ടത് അത് ഞങ്ങൾ കൊടുക്കാം, അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കാം എന്നെല്ലാമുള്ള ഒരു അജണ്ടയുമായിട്ട് ഇപ്പൊ ഇറങ്ങിയതുപോലെയാണ് അടുത്ത കാലത്തായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമ്പലങ്ങളോടുള്ള കുറേയേറെ നമുക്കറിയാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപപ്പെട്ടു, അതിനുശേഷം അവർ ആദ്യമായിട്ട് ജനാധിപത്യ മാർഗത്തിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വന്നു 57. ഇങ്ങനെയെല്ലാം വന്ന സമയത്ത് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ദ്രോഹപരമായ സമീപനം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണത്. അത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയപ്പോൾ മുതൽ അവരുടെ പാർട്ടി സഖാക്കൾ, ഒപ്പം ആ ഭരണ സംവിധാനം, ഇവരെല്ലാവരും അമ്പലഭരണം ഏറ്റെടുക്കുകയും വിശ്വാസം നശിപ്പിക്കുകയും ഒരേ സമയം ചെയ്യുന്ന സമീപനം ഭരണത്തിലിരുന്നു കൊണ്ട് നടപ്പാക്കിയവരാണ്. ആ നടപ്പാക്കൽ ഇപ്പോഴും തുടരുന്നു. ഇടക്കാലത്ത് അതിനെതിരായി ജനസമൂഹം ജാഗരൂകരായപ്പോൾ ഇന്നിപ്പോൾ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഒരു അന്തരീക്ഷം, ഒരു വിശ്വാസത്തിന്റെ അന്തരീക്ഷം അതെല്ലാം ഡെവലപ്പ് ചെയ്തു. അതേസമയം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഭരണത്തിൽ, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ആ ഒരു കേരളം, അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ അങ്ങേയറ്റം നശിച്ച് നാരണക്കല്ല് പിടിക്കുക എന്ന് നമ്മൾ പറയും പോലെ ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ ക്ഷേത്ര വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായ ഉണർവിലൂടെ ഇന്ന് രൂപപ്പെട്ട വിശ്വാസത്തിന്റെ അന്തരീക്ഷവും ക്ഷേത്രത്തിന്റെ ഉയർച്ചയും ക്ഷേത്രത്തിന്റെ സാമ്പത്തിക സംവിധാനത്തിലെ വളർച്ചയും ഒക്കെ കാണുമ്പോൾ ഇതെല്ലാം അങ്ങ് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളിലൂടെ നടപ്പാക്കാം എന്നുള്ള അഹങ്കാരമോ ആ കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിന്റെ അതിപ്രസരത്തിലൂടെ ഈ ഒരു കാര്യം ഞങ്ങൾ നടപ്പാക്കി ആളുകളെ സഹായിച്ചേക്കാം, ആ സഹായികൾ ഞങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമമോ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നാണ് അവരിൽ പലരോടും ഇടപെടുമ്പോഴല്ലേ വർത്തമാനം പറയുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഒരു ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റായും മറ്റ് 4-5 ക്ഷേത്ര കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ തന്നെയാണ്, അവരുമായി ബന്ധപ്പെട്ടും ഒക്കെ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആറന്മുളയും തിരുവമ്മണ്ടൂരും തൃച്ചിറ്റാറ്റും തൃക്കൊടിത്താനും എല്ലാം ചേർന്ന് ആ ക്ഷേത്രങ്ങളും ഒക്കെ ആയി നിരന്തരം എല്ലാം ദേവസ്വം ബോർഡിന്റെ. പക്ഷെ അവിടെയൊക്കെ ദേവസ്വം ബോർഡിലെ പല ഉദ്യോഗസ്ഥർക്കും ഇത് നന്നായി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതേസമയം തന്നെ നടക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ യൂണിയൻകാർ വ്യാപകമായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സംവിധാനം, ആ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായി വരുന്ന യൂണിയൻ സംവിധാനം, ആ യൂണിയൻ സംവിധാനം ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അവരുടെ ആ യൂണിയന്റെ തലത്തിലുള്ള ജോലിക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അതാണ് അടുത്ത കാലത്ത് ഈ ക്ഷേത്രങ്ങളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ ഉണ്ടാവാനും അല്ലെങ്കിൽ കാലങ്ങളായി ഉണ്ടാകുന്ന വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള രീതിയും ഒക്കെ പരിശോധിക്കുമ്പോൾ, കാരണം ക്ഷേത്രത്തിലെ ജോലി എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ്.
ആ സമർപ്പണമുള്ള ഒരു സമാജം, സമൂഹം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ വിശ്വാസം, ഹിന്ദുവിന്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഹിന്ദു സമാജത്തിൽ ആരെങ്കിലും ആ ഹിന്ദുവിനെ വിശ്വാസിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ചടങ്ങ് നടത്തിയിട്ട് അവരെ പറഞ്ഞു വിടുവല്ല. മറിച്ച് ആ കുഞ്ഞുങ്ങൾ അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിക്കുമ്പോൾ അതിനൊപ്പം അവരുടെ മനസ്സിലേക്ക് കടന്നു കയറുന്നതാണ് വിശ്വാസം. ആ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൂടെയും പറഞ്ഞു കൊടുക്കുന്ന ഈശ്വര വിശ്വാസത്തിലൂടെയുമാണ് ഹിന്ദു വിശ്വാസം തുടർന്നു വരുന്നതും നമ്മുടെ നാട്ടിലടക്കം എല്ലായിടത്തും അതിന്റെ തുടർച്ച രൂപപ്പെടുത്തുന്നു. അതിനെയൊക്കെ മാറ്റിമറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പുതിയ കാലഘട്ടത്തിൽ ആ പുതിയ യുവജനങ്ങളുടെ ഇടയിൽ, പുതിയ ചെറുപ്പക്കാരായ സ്ത്രീകളുടെ ഇടയിലൊക്കെ ആ മാതൃത്വം തന്നെ ആവശ്യമില്ല. ആ മാതൃത്വം നമുക്ക് അപകടകരമാണ്. അല്ലെങ്കിൽ ആ മാതൃത്വത്തെ അത് സ്ത്രീ വിമോചനത്തിന്റെ പേരിൽ അതിനെ എതിർത്തേക്കാം, അതല്ലെങ്കിൽ അത് ഇല്ലാതാക്കാം എന്നൊക്കെയുള്ള ഒരു സമീപനം നിരന്തരമായി സ്വീകരിക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്തക്കാർ. അവര് അതിന്റെ പേരിൽ ഇവിടെയൊക്കെ ഉണ്ടാക്കിയ എന്തെല്ലാം വിവാദങ്ങളുണ്ട്. ശബരിമല ദർശനത്തിന്റെ കാലത്ത് അതിനെ സംബന്ധിച്ചിട്ടുണ്ടായ വിവാദവും, അതില് ബിന്ദു അമ്മിണിയെ അടക്കം ചാക്കിൽ കെട്ടി വണ്ടിക്കകത്തിട്ട് മുകളിൽ കൊണ്ടുപോയി ഇറക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ പോലീസും ഒക്കെ നടത്തിയ പരിശ്രമവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അതേപോലെയുള്ള ധാരാളം ഇവിടുത്തെ വിശ്വാസത്തെ നശിപ്പിക്കാനും ചോദ്യം ചെയ്യാനും ഇല്ല എന്ന് വരുത്താനും വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആ പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം ഇന്നുണ്ടായ തിരിച്ചറിവ്, ഈ ഹിന്ദു സമാജത്തിൽ പ്രത്യേകിച്ച് ക്ഷേത്രവിശ്വാസികളിൽ ഉണ്ടായ ഉണർവും അതിനോടുള്ള ആഭിമുഖ്യവും, ആ ആഭിമുഖ്യത്തെ തങ്ങളുടേതാക്കി എങ്ങനെ മാറ്റാം, ഈ ഭരണ സംവിധാനത്തെ അതിനുവേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നെല്ലാം ചിന്തിക്കുന്നവരായി അവരിന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ അവരത് അതിനുവേണ്ടി ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് സ്വയം ഇല്ലാത്ത വിശ്വാസം, അല്ലെങ്കിൽ അവർക്ക് അവര് തന്നെ വേണ്ട എന്ന് വെച്ച വിശ്വാസം, അതുവഴി ഈ നാടിന്റെ വിശ്വാസവുമായി നിരന്തരമായി അവർക്ക് നഷ്ടപ്പെട്ട ആ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് ഇതെങ്ങനെ നടപ്പാക്കണമെന്നും അറിയില്ല. ഇനി ചില ആളുകളെങ്കിലും നടപ്പാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവരെയൊക്കെ പിന്തിരിപ്പന്മാരായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ കാണുന്ന ഒരു സമാജമായി അവരിന്ന് നിൽക്കുകയും, അപ്പൊ അതിനിടയിലാണ് അവര് ക്ഷേത്രങ്ങളിലെ കലാരൂപങ്ങളെ ഇല്ലാതാക്കാൻ. നമുക്കറിയാം, ക്ഷേത്രത്തിൽ ഇവിടെ പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് വെച്ച് അരിവാൾ ചുറ്റുകയും ഡിവൈഎഫ്ഐയുടെ കൊടിയും കാണിക്കാൻ പോകുമ്പോ, എന്നിട്ട് ചില ആളുകൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സാംബശിവന്റെ റഷ്യയിലെ കഥാപാത്രങ്ങളുടെ കഥ പറഞ്ഞ ആ ക്ഷേത്ര മൈതാനത്തിന്റെ ചരിത്രമൊക്കെ പറയുമ്പോ, സത്യത്തിൽ ഈ നാട്ടിലെ ക്ഷേത്ര കലകളെ ഇല്ലായ്മ ചെയ്യാൻ, കഥകളിയും ഓട്ടംതുള്ളലും അടക്കം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരുന്ന ഈ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര കലകളെയൊക്കെ നിരന്തരമായി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഈ കമ്മ്യൂണിസത്തിന്റെ പേരിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതര രീതിയിലുള്ള ചില കല എന്ന പേരിൽ പല കോപ്രായങ്ങളും ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നു കയറുന്ന സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാക്കിയത് വളരെ ആസൂത്രിതമാണ്. അത് അബദ്ധത്തിൽ ഉണ്ടാവുന്നതല്ല. അപ്പൊ അവരെ ആ തരത്തിലുള്ള ക്ഷേത്ര കലകളുടെയും ഈ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കലാ സംവിധാനങ്ങളെയും അതിന്റെ കഥകളെയും ഒക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കാരണം ക്ഷേത്രകലകൾ എന്ന് പറയുമ്പോൾ ആ കഥകളി ആടുമ്പോൾ കഥകളിയിൽ വരുന്ന കഥകളി പദത്തിൽ പാടുന്നത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കഥയാണ്. അപ്പൊ ആ തരത്തിൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കഥകളും അതിന്റെ ചരിത്രവുമെല്ലാം സാധാരണക്കാരായ ഹിന്ദുവിന്റെ മനസ്സിലേക്ക് എത്തിച്ചേർന്നിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ക്ഷേത്രകലകളിലൂടെയും അമ്മയുടെയും അമ്മൂമ്മയുടെയും ഒക്കെ നാവിലൂടെയും ഒക്കെയാണ്.